മോർണിംഗ്. നമസ്കാരം. നമ്മളിന്ന് ഒരു നമ്മുടെ സാഹചര്യങ്ങളും അതിൽ പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയും രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ചെടിയാണ് താമരച്ചെടി. നമുക്കെല്ലാം അറിയാം അല്ലേ. താമരച്ചെടി എവിടെയാണ് വളരുന്നത്? ചെളിക്കുണ്ടില്ലല്ലേ. എന്നിട്ട് അതിൽ എല്ലാ സാഹചര്യങ്ങളെ അതിജീവിച്ച് അത് വളർന്നു വന്നിട്ട് അതിൽ മനോഹരമായ 1000 ഇതിലുള്ള പുഷ്പമായിട്ട് അത് വളരുമ്പോൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ ആരാണ് വസിക്കാൻ വരുന്നത്? മഹാലക്ഷ്മിയാണ് അല്ലേ. ദേവി അതിൽ വസിക്കാൻ വരും. എത്ര അഴുക്കിലാണ് ആ താമര വളരുന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ? നമ്മൾ പലരും കണ്ടിട്ടില്ലേ, പലയിടത്തും കണ്ടിട്ടില്ലേ അത്. അതുപോലെ താമരയുടെ ഇലയെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. താമര ഇലയിൽ എന്ത് വന്ന് പതിച്ചാലും അതിനെ അബ്സോർവ് ചെയ്യൂല, അത് പുറത്തു പോവുകയുള്ളൂ. തെറിച്ച് ഒരു തുള്ളി വെള്ളം വീണാലോ എന്ത് വന്നാലും അത് വെള്ളം തെറിച്ച് പോവുകയുള്ളൂ. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. നമുക്ക് പുറത്തുനിന്ന് പല സമ്മർദ്ദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരും നമ്മൾ ഒരു പ്രകൃതിയിൽ ജീവിച്ചു പോകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ കഴിക്കണം? ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളെ നമ്മളുടെ മനസ്സിലോട്ട് പിടിച്ചു വെക്കാതെ ഒരു തെളിഞ്ഞ ജലാശയം പോലെ ആയിരിക്കണം. അതിനകത്ത് കല്ലെടുത്തിട്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ശാന്തമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ അധികം വിജയം കൈവരിക്കാൻ കഴിയും. ഹായ്, നമസ്കാരം.